ഇന്ന് നമ്മൾ നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ് ഉണ്ടാക്കുന്നത്. പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടുന്നത് നമ്മൾ പഞ്ചസാര ക്യാരമലൈസ് ചെയ്യണം. അതിനായിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതൊരു ചരുവത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തീ ഓണാക്കി കൊടുക്കുക. തീ ഓണാക്കി നല്ലതായിട്ട് തീ ആയി കഴിയുമ്പോൾ പഞ്ചസാര ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുക. ഇത് ഞാനെടുത്ത പഞ്ചസാര എടുത്ത കപ്പാണ്. വെയിറ്റ് ചെയ്ത് ഇങ്ങനെ 4 സൈഡിൽ നിന്നും ഉരുകി വരും. ഉരുകി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് മെൽറ്റാകാൻ വേണ്ടി. അത് നല്ലതായിട്ട് മെൽറ്റായി, എല്ലാം നല്ലതായിട്ട് മെൽറ്റായി നല്ല ബ്രൗൺ കളർ ആകുന്നിടം വരെ ഇങ്ങനെ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അങ്ങനെ നമ്മുടെ പഞ്ചസാരയെല്ലാം മെൽറ്റായി 4 സൈഡിൽ നിന്നും ഇങ്ങനെ പത വരുന്നത് കണ്ടോ? ഇങ്ങനെ പത വരുന്ന സമയത്ത് നമ്മൾ അതിനകത്തോട്ട് നമ്മൾ പഞ്ചസാര എടുത്ത കപ്പിൻ്റെ ചെറിയ കപ്പിനകത്ത് 1 കപ്പ് വാം വാട്ടർ ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. മുഖത്തെങ്ങും തെറിച്ച് വീഴാതെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കണം. നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഒരു 2 സ്പൂണ് മിക്സ് ഫ്രൂട്ട് ജാം ഇട്ട് കൊടുക്കണേ. ആ ജാം കൂടി ഇട്ട് നന്നായിട്ട് അതിനെ ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അതിലോട്ട് കുറച്ച് ഉണക്കമുന്തിരിങ്ങ ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട് കൊടുത്തു. അതും ഇട്ട് നല്ലപോലെ ഒന്ന് തിളയ്ക്കുക. തിളച്ച് കഴിഞ്ഞപ്പം കുറച്ച് ക്യാൻഡി ജിഞ്ചർ ഇരിപ്പുണ്ടായിരുന്നേ. അതുകൂടെ ഞാൻ ഒരു ചെറിയ ഒരു പിഞ്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നമുക്ക് ഒരു 3/4 കപ്പ് ബ്രൗൺ ഷുഗറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 250 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അൺസോൾട്ടഡ് ബട്ടറാണ്. അതൊന്ന് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാമേ. ആ ബീറ്റ് ചെയ്തെടുത്ത അതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഷുഗർ ഉണ്ടല്ലോ, അതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അതുകൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാമേ. അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാമേ. അങ്ങനെ അത് രണ്ടും കൂടെ നല്ലതായിട്ട് ബീറ്റ് ചെയ്ത് യോജിപ്പിച്ചു. അതിനകത്തോട്ട് ഞാനൊരു 4 മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിരുന്ന മുട്ടയായിരിക്കണം എടുക്കാൻ. എന്നിട്ട് ആ മുട്ടയും കൂടി ഇട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ബീറ്റർ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതെല്ലാം 1 ബൈ 1 ആയിട്ട് മിക്സിയുടെ ഒരു ജാറെടുത്ത് അതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാമേ. ബീറ്റർ വേണമെന്നൊന്നുമില്ല. എൻ്റെ ബീറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്തു എന്ന് മാത്രം. ഇതിലോട്ട് ഞാൻ 1 കപ്പ് ഓയിലൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൂടെ ഒഴിച്ച് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. അതിലോട്ട് ഞാനൊരു 1/2 സ്പൂൺ വാനില എസൻസും 1/2 സ്പൂൺ പൈനാപ്പിൾ എസൻസും ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ലോ സ്പീഡിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക, ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഓവർ ബീറ്റ് ചെയ്യരുത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കഴിഞ്ഞ ദിവസം സോക്ക് ചെയ്ത് വെച്ചിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടതാണ്. അതിനകത്ത് കുറച്ചേറെ ജ്യൂസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് എക്സ്ട്രാ ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ ചേർക്കാൻ പോവുകയാണ്. അതിന് കുറച്ച് ഡേറ്റ്സ് ഇട്ടിട്ടുണ്ട്, കുറച്ച് ഫിഗ് ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് ആൽമണ്ട് ഫ്ലേക്സും മുഴുവൻ ആൽമണ്ട് മുറിച്ചതും ഇട്ടിട്ടുണ്ട്, കുറച്ച് ചെറി ഇട്ടിട്ടുണ്ട്, കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. ഇത്രയും കൂടെ നമ്മുടെ അതിനകത്ത് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി ആ ജ്യൂസുമായിട്ടൊന്ന് യോജിപ്പിക്കുവാണ്. നമുക്ക് ഫ്രൂട്ട്സിൻ്റെ അളവ് മുന്നോട്ടോ പുറകോട്ടോ ഒക്കെ എടുക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു റിച്ച് പ്ലം കേക്കാണ്. ഫ്രൂട്ട്സൊക്കെ ധാരാളം ഇട്ടുള്ളൊരു പ്ലം കേക്ക് ആയതുകൊണ്ട് കൂടുതൽ എടുത്തേക്കുന്നതേ ഉള്ളൂ. ഇത്രയില്ലെന്നുണ്ടെങ്കിൽ ഉള്ളതിനനുസരിച്ച് എടുക്കുക. നമ്മൾ എത്ര ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റും കൂടും. അത് കഴിക്കാനുള്ള ഒരു റിച്ച് കേക്കായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. ഇതിനെ നമുക്കൊരു സൈഡിലോട്ട് ഇനി മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിനുള്ള പൊടി റെഡിയാക്കാമേ. അതിന് ഞാനൊരു അരിപ്പയും ഇത് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 2 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. അത് നല്ലപോലെ കപ്പിന് വടിച്ച് വേണം മൈദ എടുക്കാൻ. ആ മൈദ എടുത്തതിന് ശേഷം ഒരു 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1 സ്പൂണ് ബേക്കിംഗ് സോഡയും 1/4 സ്പൂണ് സോൾട്ടുമാണ് ഞാൻ ഇടുന്നത്. അതിലോട്ട് ഞാൻ ഒരു 1/2 സ്പൂണ് ജാതിക്കുരുവിൻ്റെ പൊടി പൊടിച്ചതും 1.5 സ്പൂണ് നമ്മുടെ പ്ലം മസാല, അത് ഞാൻ വീട്ടിലുണ്ടാക്കിയ മസാലയാണ്. ആ മസാലയും കൂടി ഇട്ട് കൊടുക്കും. ആ മസാലയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന നമ്മുടെ സ്പൈസസ് എല്ലാം കൂടെ ചേർത്തുണ്ടാക്കിയിരിക്കുന്നതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ പുറകാലെ ഇടാമേ. അത്രയും മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇടഞ്ഞെടുക്കുക. ഞാനൊരു 3 പ്രാവശ്യം കുറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഇടയുമേ.
ആ ഇടഞ്ഞ പൊടിയിൽ നിന്ന് ഞാൻ കുറച്ച് പൊടിയെടുത്ത് ഒരു പാത്രത്തിലോട്ടിട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് അതിനകത്തിട്ടൊന്ന് ഇളക്കുവാണ്. ഇങ്ങനെ പൗഡറിനകത്തിട്ടൊന്ന് ഇളക്കുന്നുണ്ട് നമ്മുടെ ബാറ്ററിനകത്ത് ഈ ഫ്രൂട്ട്സൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അതങ്ങ് താഴോട്ട് പോകത്തില്ല. ഇത് എന്നാ പറയുന്നത്, താഴെ പോയി അടിയത്തില്ല. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തെടുത്ത് മാറ്റി വെക്കുക. നമ്മൾ മുട്ടയും ഓയിലും പഞ്ചസാരയും എല്ലാം കൂടെ എടുത്ത് വെച്ചിരുന്ന മിക്സറുണ്ടല്ലോ, അതിനകത്തോട്ട് നമ്മുടെ പഞ്ചസാര ക്യാരമലൈസ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴത്തേനും നന്നായിട്ട് തണുത്തിരിക്കണേ, ഒട്ടും ചൂട് കാണരുത്. അതുകൂടെ ഇട്ട് നന്നായിട്ട് അതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ മൈദാപ്പൊടി കുറേശ്ശെ ഇട്ടിട്ട് ഒന്നുകിൽ സ്പൂണും കൊണ്ട് തന്നെ ഫോൾഡിങ് മെത്തേഡിൽ നമുക്ക് ഇളക്കി എടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ബീറ്റർ ഉപയോഗിച്ചെടുക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിന് ഞാൻ ബീറ്റർ അങ്ങ് ഉപയോഗിക്കുവാണ്. ബീറ്റർ ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ ഫോൾഡിങ് മെത്തേഡിൽ കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണേ. നമ്മുടെ മൈദാപ്പൊടി എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കരുത്, കുറേശ്ശെ ഇട്ട് കൊടുക്കാവൂ. ഞാനപ്പം കുറേശ്ശെ ഇട്ട് കൊടുത്താൽ ആദ്യം കുറച്ച് ബീറ്റർ ഇട്ടടിച്ചു, പിന്നെ ബാലൻസ് ഞാനിങ്ങനെ കൈകൊണ്ട് ഫോൾഡിങ് മെത്തേഡിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ഇതിലോട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇനിയും കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ്. ഇനിയും ബീറ്റർ ഉപയോഗിക്കേണ്ട, നമ്മൾ കൈ കൊണ്ട് തന്നെ ഇത് നല്ലപോലെ നമ്മുടെ കേക്ക് മിക്സിനകത്തോട്ടിട്ട് നല്ലപോലെ ഇങ്ങനെ ഫോൾഡിങ് മെത്തേഡിൽ അതിനെ മിക്സ് ചെയ്തെടുക്കണേ. കുറേശ്ശെ ഇട്ട് വേണം ചെയ്യാൻ. ഇനി നമ്മളൊരു കേക്ക് ട്രേ എടുത്ത് കേക്ക് ട്രേയിലെല്ലാം എണ്ണ തേച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്ത് ബട്ടർ പേപ്പറിനകത്തും കുറച്ച് എണ്ണ ഇങ്ങനെ നല്ലതായിട്ട് 4 സൈഡിലും തേച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കണേ. നമ്മൾ ബാറ്ററെല്ലാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് അതിനകത്ത് എയറെല്ലാം കളഞ്ഞ് മണ്ടയ്ക്ക് ഇച്ചിരി ഡെക്കറേഷനൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഓവന് ഒരു പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചായിരുന്നു 180 ഡിഗ്രിയിൽ 15 മിനിറ്റ്സ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഓവൻ്റെ ടെമ്പറേച്ചർ കുറച്ച്, ഇത് പ്ലം കേക്ക് ആയതുകൊണ്ട് കുറച്ചേറെ സമയം എടുക്കും. അപ്പോൾ ഒത്തിരി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒരു 140-150 ഒരു 45 മിനിറ്റ്സ് എടുത്തതിന് ശേഷം ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. പ്രീ ഹീറ്റ് ചെയ്യാൻ മറക്കരുത്. നന്നായിട്ട് ബേക്ക് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ 2 കേക്കും അതേപോലെ എടുത്തിട്ടുണ്ട്. 2 കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഞാനിനി ഇവനെ ഒരു ടവലിട്ടങ്ങ് മൂടി വെക്കുവേ. തുറന്ന് വെക്കരുത്, തുറന്ന് വെച്ചാൽ അതിൻ്റെ മേൽവശമെല്ലാം ഭയങ്കര ഹാർഡായി പോവും. എന്നാൽ ഒരു പാത്രം ഇട്ട് അടച്ചും വെക്കരുത്, ഒരു ടവൽ തന്നെ ഇട്ട് മൂടി വെക്കണം. എന്ന് വെച്ചാൽ അതിനകത്ത് ആവി അല്ലെങ്കിൽ തട്ടി, പാത്രം വെച്ച് നമ്മൾ അടച്ചാൽ ആവി തട്ടിയിട്ട് വീണ്ടും അതിനകത്ത് വെള്ളം ഇറങ്ങി ഇങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ കേക്കിൻ്റെ മോൾവശമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇങ്ങനെ ഞാൻ വെച്ചിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞതിന് ശേഷമേ ഞാൻ ഇതിനെ എടുത്ത് മുറിച്ച് ഉപയോഗിക്കത്തുള്ളൂ. എന്നാൽ എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ കേക്കിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണേ. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരുന്നിടം വരെ ബൈ.